കൊയിലാണ്ടി നഗരസഭയിൽ മഴ പെയ്ത് വെള്ളം കയറിയതോടെ പോകാനിടമില്ലാതെ 3 കുടുംബങ്ങൾ കൊയിലാണ്ടി നഗരസഭാ കെട്ടിടത്തിൽ താമസിക്കുമെന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. സ്ഥലത്ത് നിന്നും സാനിയോ മനോമി ചേരുന്നുണ്ട്. സാനിയോ മനോമി, ഗുഡ് ഈവനിങ്. സാനിയോ, നല്ല മഴയാണെന്ന് തോന്നുന്നു. തുടർച്ചയായിട്ട് മഴ പെയ്തതിനെ തുടർന്നാണ് പല ആളുകളും ദുരിതത്തിലായിട്ടുണ്ട്. എന്താണ് കൊയിലാണ്ടിയിൽ സംഭവിക്കുന്നത്? ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് മുഴുവനും കനത്ത മഴ തന്നെയായിരുന്നു ജില്ലയിൽ ഉടനീളം പെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിക്ക് മുൻപിലാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ സമീപം തന്നെയുള്ള ഒരു സ്ഥലത്ത് 3 കുടുംബങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട്, അതായത് അവർക്ക് വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറുന്നു എന്നുള്ള ബുദ്ധിമുട്ട് വർഷങ്ങളായി അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ മഴ പെയ്താൽ അവരെ മാറ്റി താമസിപ്പിക്കാറുമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് നടന്നില്ല. അവർ തന്നെ നമുക്കൊപ്പം ചേരും. നിങ്ങളെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്രാവശ്യം? വെള്ളം എല്ലാ മഴയ്ക്കും വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയ്ക്കാണ് വെള്ളം കയറുക. ഇപ്രാവശ്യം ഒരു ചെറിയ മഴയ്ക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത, ബാത്റൂം പോകാനോ ലാറ്ററിൽ പോകാനോ വാഷ്റൂം പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ നഗരസഭയിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളം ഒഴിഞ്ഞു പോകുന്നൊരു ഡ്രെയിനേജിലേക്ക് വെള്ളം പോകുന്നൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി ഒരു സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നേപ്പിയിട്ട് 2-3 മാസമായി. ഞങ്ങൾ മഴേൻ്റെ മുന്നേ ഇവിടെ മുനിസിപ്പൽ ഓഫീസ് സെക്രട്ടറിയും ചെയർമാനെയും വാർഡ് കൗൺസിലറൊക്കെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. അവർ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരെ വിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷേ ഇതുവരെയായിട്ട് അതിനൊരു പരിഹാരം കണ്ടില്ല. അതായത് അരുൺ, ഈ പാതിരാത്രിയും ഇവരിന്ന് ഇവിടെ താമസിക്കുകയാണെന്നാണ് പറയുന്നത്. പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ നിൽക്കുകയാണോ? അതെ, ഈ പ്രായമുള്ള ആള്, കണ്ണ് കാണാത്ത ആള് വരെ ഉണ്ട്. കണ്ണ് കാണാത്ത ആളുണ്ട്, ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു വേറെ വിഷമം എന്താ വെച്ചാൽ സത്യത്തിൽ കക്കൂസ് പോകാൻ പോലും വയ്യാത്തൊരു സ്ഥിതിയാണത്. വെള്ളം കാരണം അടുക്കളയിൽ വരെ വെള്ളമാണ്. പിന്നെ കക്കൂസിന്റെ ഇവരെ ഒന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ഇല്ലേ അവിടെ? ആളുകളാണ്, ഒട്ടുമുക്കാൽ ആളുകൾ. അപ്പോൾ ഞങ്ങൾക്ക്, അതായത് ഇവർ പറയുന്നത് എല്ലാ വർഷവും മഴയുണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മഴ തുടങ്ങിയത് മുതൽ തന്നെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പൊന്നും തുറന്നില്ല അല്ലേ? ഒരു തവണ ഈ പ്രാവശ്യം തന്നെ ഫസ്റ്റിൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ കോതമംഗലം സ്കൂളിൽ ക്യാമ്പ് തുടങ്ങി. എന്നിട്ട് പിരിച്ചുവിട്ടതാണ്. അതെ, ആദ്യം ആ ക്യാമ്പിലായിരുന്നു. അതെ. അപ്പോൾ ഇപ്പം വീണ്ടും മഴ പെയ്തു തുടങ്ങിയപ്പോൾ ക്യാമ്പില്ല. ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അല്ല, ക്യാമ്പില്ലാതെയല്ല, ക്യാമ്പ് ഇവിടെ 10 അടി നടന്നാൽ ഗവൺമെൻറ് LP സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾ ഈ കണ്ണ് കാണാത്ത ആളുകൾ, പ്രായമായ ആളുകൾ എല്ലാവരും 50 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. 50 വയസ്സിന് മേലോട്ടുള്ള ആളുകൾ അതിൽ. ഒരുപാട് ദൂരെ ആയതുകൊണ്ടാണ് ക്യാമ്പിൽ പോകുന്നത്. അത് പകൽവീട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ക്യാമ്പ് പോകണമെന്നാണ് പറഞ്ഞത് VO. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ തീർത്ത് പറഞ്ഞു. കാരണം 10 അടി നടന്ന ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ് കോതമംഗലം കണ്ടു. അതായത് അരുൺ, ഇവർ പറയുന്നത് ഇവർക്ക് കുറച്ച് ദൂരെയാണ് ഇപ്പോൾ ക്യാമ്പ് തുറന്നിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് എന്തായാലും കൊയിലാണ്ടി നഗരസഭയിലെ ആൾക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെടണം. അവിടെ ചെയർമാനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. കാര്യം ഇവരുടെ പ്രശ്നം എന്താണ്, ഇവരുടെ സൊല്യൂഷൻ? നമുക്ക് എവിടേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കാൻ പറ്റും? ഈ രാത്രിയിൽ ഇവരിവിടെ താമസിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? പ്രായമായ മനുഷ്യരില്ലേ? അതെ, അതാണ് ഇവർ പറയുന്നത്. ഇവർക്ക് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഇപ്പം എന്താ ശാശ്വതമായ ഒരു പരിഹാരം വേണം. കാരണം കാലങ്ങളായിട്ട് അത് നമുക്ക് ലോങ് ടൈമിൽ ചെയ്യാം. തൽക്കാലം ഇന്ന് രാത്രിയിൽ എന്താണ് അവരുടെ മുമ്പിലെ സൊല്യൂഷൻ? ഇന്ന് രാത്രിയിൽ എന്താ ചെയ്യുക? ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആ മണ്ണ് നീക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടുകളിൽ നിൽക്കാൻ, വാഷ്റൂമിലും ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. മണ്ണ് നീക്കിയാൽ മാത്രമേ ആ വെള്ളം പോവുകയുള്ളൂ. പക്ഷെ അത് ഇന്ന് രാത്രി സാധ്യമല്ല. ഇന്ന് രാത്രി ഇപ്പം മണ്ണ് നീക്കൽ നടക്കും തോന്നില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ ഇരിക്കാനാണോ തീരുമാനം? അതെ, ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടില്ല, ഇവിടെ ഇരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ചെയർമാനോ അങ്ങനെ ആരെങ്കിലും വന്നോ, അറിഞ്ഞോ? ആരും ആരോടെങ്കിലും പറഞ്ഞോ ഇങ്ങനെ സംഭവം? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.